നമസ്കാരം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ 200ഓളം പോർ വിമാനങ്ങൾ പുലർച്ചെ പാഞ്ഞെടുത്തു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് തലവൻ ഹസൈൻ സലാമി അടക്കമുള്ളവർ നല്ല ഉറക്കത്തിലായിരുന്നു. പുലർച്ചെ 3:30 തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ സ്ഫോടനങ്ങൾ നടത്തി. തലസ്ഥാനമായ ടെഹ്റാന് ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നതാൻസ്, തബ്രിസ്, ഇസ്ഫഹാൻ, അറാഖ്, കെർമൻഷാ തുടങ്ങിയ പ്രദേശങ്ങളെയും ഇസ്രായേൽ മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തെറിഞ്ഞു. റൈസിംഗ് ലയൺ എന്ന് വിളിക്കപ്പെട്ട ഈ ഓപ്പറേഷനിൽ 200-ലധികം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ടിരുന്നെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇസ്ഫഹാനിലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, മിസൈൽ വികസന സൗകര്യങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട കമാൻഡ് സെന്ററുകൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ. ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇറാൻ വിറച്ചു. ഇതിൽ ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നതാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണമാണ്. ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നതാൻസിലേത്. ഈ തന്ത്രപ്രധാനമായ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും 225 കിലോമീറ്റർ മാറി ഇസ്വാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രമുള്ളത്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത്. മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി 3 നിലകൾ എന്ന നിലയിൽ ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രം. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ അവസാന താക്കീതാണിത്. മെരുങ്ങാത്ത കുതിരയെ ലാടമിട്ട് ചട്ടം പഠിപ്പിച്ച് അടിച്ചു മെരുക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ആക്രമണങ്ങളിൽ ഒരുപറ്റം തന്ത്രപ്രധാന സൈനികരെയും ഇറാൻ നഷ്ടമായി. ഇറാൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി, ഖദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡർ ജനറൽ ഖാലം അലി റാഷിദ്, IRGCയിലെ ഉന്നത തന്ത്രജ്ഞൻ ജനറൽ ഹുസൈൻ സലാമി, കുറഞ്ഞത് 6 ആണവ ശാസ്ത്രജ്ഞർ, ഇവരുടെ ഐഡന്റിറ്റി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ നിരവധി ആളുകൾ, നിരവധി തന്ത്രപ്രധാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സമ്മതിച്ചെങ്കിലും വികിരണ ചോർച്ചകളൊന്നും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. സമാധാനിക്കാം അത്രയുമെങ്കിലും. പ്രതികാരമായി ഇറാൻ 100-ലധികം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചു. ഇറാഖിനും ജോർദാനും ഇടയിലുള്ള ഇസ്രായേലിന്റെയും US-ന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ തടഞ്ഞു. ഇസ്രായേലിനെ ഒന്ന് തൊട്ട് വേദനിപ്പിക്കാൻ പോലും ഇറാന്റെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധിച്ചില്ല. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ് മറ്റൊരാൾ. ഇസ്രായേൽ ആക്രമണങ്ങളെ ഇയാൾ അപലപിക്കുകയും കഠിനവും വേദനാജനകവുമായ പ്രതികരണം നടത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖമേനി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തു വന്നാൽ ഇസ്രായേൽ പുകച്ച് പുറത്തു ചാടിക്കും. എന്നാലും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര സമൂഹം വളരെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ, സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവരൊക്കെ സംഭവത്തിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അമേരിക്ക തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് ഉണ്ടായത്. ആണവായുധങ്ങളില്ലാത്ത യുറേനിയം സമ്പുഷ്ടീകരണം 60% എത്തിയ ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഇപ്പോഴും അവരുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും തുടരുകയാണെന്നും ആരോപിച്ച് ഇറാനുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് ഒരു ദിവസത്തിന് ശേഷം US പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസങ്ങൾ മാത്രമേയാണ് ആയിട്ടുള്ളത്. ഇറാൻ ആണവ ചർച്ചകൾക്ക് സജ്ജമായില്ലെങ്കിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ട്രംപ് മാസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇറാന്. ആണവായുധ നിർമ്മാണത്തിനുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയുകയാണ് US-ന്റെ ലക്ഷ്യം. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ മേഖലയിൽ അസ്ഥിരതയ്ക്ക് ഇടയാക്കുമെന്നും ഇസ്രായേലിന് ഇത് ഗുരുതരമായ ഭീഷണിയാകുമെന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ പിടിവാശി പിടിക്കുന്നത്. ഇറാനെ പോലെയുള്ള ഒരു മതരാഷ്ട്രത്തിന് ആണവ ഊർജം എന്ന് പറയുന്നത് അവരെങ്ങനെ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ ലോകത്തിന് വലിയ ആശങ്കയുണ്ട്. തങ്ങളുടെ ആണവ പരിപാടി സൈനികേതര ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ഇറാൻ ദീർഘകാലമായി അവകാശപ്പെടുന്നത്. ഇറാനിലെ നിരവധി ആണവ കേന്ദ്രങ്ങളിൽ ചിലതാണ് ഇന്ന് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. രാജ്യാന്തര ആണവോർജ ഏജൻസിയെ കൂടാതെ നിരവധി രാജ്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സൈനികേതര ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന അവകാശവാദം വിശ്വസിക്കുന്നേയില്ല. 20 വർഷത്തിനിടെ ഇതാദ്യമായി ഇറാൻ ആണവ നിർവ്യാപന ചട്ടങ്ങൾ ലംഘിച്ചതായും രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവേണൻസ് ഈ ആഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇനി
ഇത്രയുമൊക്കെ അതിരുകൾ ലംഘിച്ച ഇറാനെതിരെ ഇസ്രായേലിന് എങ്ങനെ കൈകെട്ടി നിൽക്കാൻ സാധിക്കും? സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരത്തെയും അപ്രഖ്യാപിത ആണവ സാമഗ്രികളെയും കുറിച്ച് പൂർണ്ണമായ ഉത്തരങ്ങൾ നൽകാൻ ഇറാൻ പരാജയപ്പെട്ടെന്നും ആണവോർജ ഏജൻസി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 9 ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള സമ്പുഷ്ട യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇറാനെ ഇനിയും വെറുതെ വിട്ടാൽ ഇസ്രായേലിന് തന്നെ പ്രതിസന്ധിയാകുമെന്നറിഞ്ഞു തന്നെയാണ് ഇസ്രായേലിന്റെ ഈ പ്രത്യാക്രമണം നടന്നിട്ടുള്ളത്. നമ്മളൊന്ന് ചരിത്രത്തിനപ്പുറത്തേക്ക് പരിശോധിച്ചു പോകണം. 1979 മിഡിൽ ഈസ്റ്റിൽ മുല്ലപ്പൂ വിപ്ലവങ്ങൾ നടക്കുന്നതിന് തൊട്ടുമുൻപ് ഇസ്രായേലും ഇറാനും എങ്ങനെയായിരുന്നുവെന്ന്, നിരവധി തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന, അങ്ങനെ തുടർച്ചയായി ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരുന്ന 2 രാജ്യങ്ങളായിരുന്നു ഇസ്രായേലും ഇറാനും. ഷിയ ജിഹാദി അച്ചുതണ്ട് എന്നുള്ള ആഗ്രഹം ഖൊമേനിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഇറാൻ ആഗ്രഹിക്കുന്നതോടുകൂടി ഇസ്രായേലിനെതിരെ ഇവർ യുദ്ധം ആരംഭിക്കുന്നു. തുടർന്ന് ഇസ്രായേലിന് അവരുടെ ജൂതജനതയെ പിടിച്ചു നിർത്തണമെങ്കിൽ, അവരെ സംരക്ഷിക്കണമെങ്കിൽ, നിലനിൽപ്പ് സാധ്യമാകണമെങ്കിൽ തിരിച്ചടിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇതിൽ ഗസയും ഫലസ്തീൻ്റെയും ഒക്കെ ചരിത്രം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്തായാലും വലിയൊരു ചരിത്രമുണ്ട് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾക്ക്. ആ ചരിത്രങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ഈ കൊല്ലപ്പെട്ട സലാമിയുടെയും ഇറാന്റെ പരമോന്നത മതനേതാവ് അയത്തുള്ള ഖൊമേനിയുടെയും ഒക്കെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, US-നും ഇസ്രായേലിനും എതിരായ യുദ്ധം നയിക്കാൻ ഞങ്ങൾ പോവുകയാണെന്നും ജൂത ജനത എന്ന് പറയുന്നത് ലോകത്തിന്റെ ക്യാൻസർ ആണെന്നും സംസാരിക്കുന്ന സലാമിയുടെ പഴയ പ്രസംഗ ഭാഗങ്ങൾ ആണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ജൂതജനതയ്ക്കെതിരെ നടത്തുന്ന യുദ്ധങ്ങൾക്ക് ഇസ്രായേലിന് തിരിച്ചടിച്ചേ മതിയാകൂ. 2015 മുതൽ യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാകാതെ, കരാറുകളിൽ ഒപ്പിടാതെ ആണവ ഊർജം ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിന് ഭീഷണിയാവുന്ന ഇറാനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടിയേ പറ്റുകയുള്ളൂ. ഇതിനുവേണ്ടി ചർച്ചകൾക്ക് വിവിധ തരത്തിൽ ഇസ്രായേലും US-ഉം ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊന്നും ഇറാൻ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇറാന്റെ നെഞ്ചത്ത് ഇന്ന് ഇസ്രായേൽ ബോംബിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇറാൻ വിറച്ചിട്ടുണ്ട്. തിരിച്ചടിക്കും. എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്നറിയില്ല. ഓഹരി വിപണികളൊക്കെ കുത്തനെ ഇടിയുകയാണ്. സ്വർണ്ണ വിപണിയിലും ക്രൂഡ് ഓയിൽ മേഖലയിലുമൊക്കെ വൻ തോതിൽ വിലക്കയറ്റം ഉണ്ടാവുന്നു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരായ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു പേടിയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇറാൻ ഒരു കാര്യം എന്തായാലും അംഗീകരിച്ചാൽ മാത്രമാണ് ഈ യുദ്ധം അവസാനിക്കുക. അത് ജൂതന്മാരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പുസ്തകത്തിനകത്ത് ജൂതവിരുദ്ധത ഉണ്ടാകാം. പക്ഷേ ലോക സമാധാനത്തിന് നിങ്ങളത് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആധുനികതയുടെ തലച്ചോർ. ആധുനികതയുടെ മസ്തിഷ്കം അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. അതിനൊക്കെ ഉപരിയായി നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളുകൾ ഇനിയും പ്രയോഗിച്ചുകൊണ്ട് അതിലേക്ക് ആധുനിക സങ്കേതങ്ങളുടെ ആണവ ഉപകരണങ്ങളെയും ഊർജ്ജത്തെയും ഒക്കെ പ്രയോഗിച്ച് ഇസ്രായേൽ ജനതയെ അങ്ങ് കൊന്നുകളയാമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരമെങ്കിൽ പക്ഷേ ഇസ്രായേൽ എങ്ങനെ കൈകെട്ടി നിൽക്കും? എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധം പുറപ്പെടുന്നു. യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകം മറ്റൊരു യുദ്ധമുഖത്തേക്ക് നടന്നു നീങ്ങുകയാണ്. പേടിക്കേണ്ടതുണ്ട്.